ഹായ് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നൊരു ഹെയർ കെയർ റിലേറ്റഡ് വീഡിയോ ആണ്. അപ്പം ഇന്ന് ഞാൻ കഞ്ഞിവെള്ളം ഉപയോഗിച്ചുള്ള ഒരു ഹെയർ പാക്ക് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ കഞ്ഞിവെള്ളം. കാരണം ഇത് ഉപയോഗിച്ച് ഒത്തിരി ഹെയർ കെയർ പ്രൊഡക്ട്സും സ്കിൻ കെയർ പ്രൊഡക്ട്സും ഒക്കെ മാർക്കറ്റിൽ ഇപ്പം അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഒക്കെ കൊച്ചിലെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ തലയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കഞ്ഞിവെള്ളമാണ്. കുഞ്ഞിലെ തൊട്ടേ ഈ കഞ്ഞിവെള്ളം ഫെർമെന്റ് ചെയ്ത്, അതായത് തലേദിവസത്തെ കഞ്ഞിവെള്ളം കുളിക്കാൻ നേരെ എനിക്ക് ഡെയിലി ബേസിസിൽ ഡെയിലി എനിക്ക് തന്നിട്ടുണ്ട്. കഞ്ഞിവെള്ളം ഉപയോഗിച്ച് ജസ്റ്റ് തല കഴുകിയാൽ മാത്രം മതി, വേറൊന്നും അതിനകത്തൊരു ഹെയർ പാക്ക് പോലൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ജസ്റ്റ് ഈ ഫെർമെന്റഡ് ആയിട്ടുള്ള കഞ്ഞിവെള്ളം നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ആ കഞ്ഞിവെള്ളവും കൂടി ഉപയോഗിച്ച് തല കഴുകുക. അത് മുടിക്ക് ഭയങ്കര നല്ലതാണെന്ന് പറയാൻ കാര്യം ഇതിനകത്തൊരു കണ്ടന്റ് ഉണ്ട്, ഒരു കാർബോഹൈഡ്രേറ്റ്, അതിന്റെ പേര് ഇനോസിറ്റോൾ എന്നാണ്. അപ്പം അത് ഈ മുടിയുടെ ഫ്രിസ്നെസ് ഒക്കെ കുറയ്ക്കാൻ നല്ലപോലെ സഹായിക്കും. പിന്നെ അത് മാത്രമല്ല, ഈ കഞ്ഞിവെള്ളം നല്ലപോലെ ഹെയർ ലെങ്ത് കൂട്ടാനും പിന്നെ അല്ലാതെ ഹെയർ ഗ്രോത്തിനും ഒക്കെ ഭയങ്കര നല്ലൊരു കാര്യമാണ് കഞ്ഞിവെള്ളം. അപ്പം ഇപ്പം ഒത്തിരി പ്രൊഡക്ട്സ് ഉണ്ട്. ഒത്തിരി കഞ്ഞിവെള്ളമായിട്ട് തന്നെ സ്പ്രേ ബോട്ടിലൊക്കെ ഒത്തിരി പ്രൊഡക്ട്സ് ഇപ്പം മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. നമ്മൾ യൂട്യൂബിൽ തന്നെ പല പ്രൊമോഷൻ വീഡിയോയും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അതിൻ്റെ. അപ്പോൾ ഞാനിപ്പം കഞ്ഞിവെള്ളം ഉപയോഗിച്ചൊരു ഹെയർ പാക്കാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇപ്പൊ കഞ്ഞിവെള്ളം മാത്രം, എൻ്റെ ഒരു അനുഭവം എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ ഈ പറഞ്ഞ ഹെയർ പാക്കുകൾ കഞ്ഞിവെള്ളം ഉപയോഗിച്ചുള്ളത് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. കാരണം ഒരു കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഹെയർ പാക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പ് എങ്ങനെയായിരുന്നു വെച്ചാൽ, ജസ്റ്റ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കഞ്ഞിവെള്ളം ഇട്ട് തല കഴുകൽ മാത്രമേ ഉള്ളായിരുന്നു. അല്ലാതെ ഈ കഞ്ഞിവെള്ളം യൂസ് ചെയ്ത ഒരു ഹെയർ പാക്ക് ഒന്നും ഞാൻ കൊച്ചിലെ ഒന്നും യൂസ് ചെയ്തില്ല. കൊച്ചിലെ മീൻസ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഇപ്പം കുറച്ച് നാളായിട്ടാണ് ഞാൻ അങ്ങനെയുള്ള ഹെയർ പാക്കുകളൊക്കെ ട്രൈ ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പം നമ്മളിപ്പം കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാനൊരു ഹെയർ പാക്ക്, നമ്മുടെ ആര്യവേപ്പിലയും തൈരും ഉലുവാപ്പൊടിയും എല്ലാം കൂടെ ചേർത്തൊരു ഹെയർ പാക്ക് പറഞ്ഞില്ലേ, അതിനകത്ത് തൈരിന്റെ പകരം കുറച്ച് കഞ്ഞിവെള്ളം ചേർത്താലോ അല്ലെങ്കിൽ തൈരും കഞ്ഞിവെള്ളം എല്ലാം കൂടെ മിക്സ് ചെയ്ത് തേച്ചാലും ഒക്കെ ഭയങ്കര നല്ലതാണ്. അതിനകത്ത് കഞ്ഞിവെള്ളവും കൂടെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തലേദിവസം കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ഉലുവയും കരിഞ്ജീരകവുമാണ് ഇന്ന് ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. ഉലുവയും കരിഞ്ജീരകവും കൂടെ ഇട്ട് വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം അത് അരച്ച് അതിൻ്റെ കൂടെ കുറച്ച് തൈരും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ ഹെയർ പാക്കിലെ കഞ്ഞിവെള്ളം, ഉലുവ, കരിഞ്ജീരകം, തൈര്, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഇപ്പം ഉലുവയും കരിഞ്ജീരകവും യൂസ് ചെയ്തില്ലെങ്കിലും കഞ്ഞിവെള്ളം തൈരും മാത്രം മിക്സ് ചെയ്താലും മതി. അതും നല്ലൊരു ഹെയർ പാക്ക്. അതൊക്കെ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. കഞ്ഞിവെള്ളം തൈരും മാത്രം മിക്സ് ചെയ്ത് തലയിൽ തേച്ചാലും മതി. ഉലുവയും കരിഞ്ജീരകവും ഒക്കെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ ഗ്രോത്തിന് ഭയങ്കര നല്ലതാണ്. ഈ ഉലുവ എന്ന് പറയുന്ന കാര്യം ഈ പറഞ്ഞ പോലെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ ഭയങ്കര നല്ലതാണ്. ഡാൻഡ്രഫിന് ഭയങ്കര നല്ലതാണ് ഉലുവ. എന്താ പറയുന്നത്, അങ്ങനെ ഉലുവ അതിപ്പോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ഉലുവ ഈ തലമുടിക്ക് ഏറ്റവും നല്ലൊരു കാര്യമാണ് ഉലുവ. അപ്പം ഈ കഞ്ഞിവെള്ളവും ഈ ഉലുവയ്ക്ക് കുറച്ചൊരു ഡ്രൈനെസ് ഉണ്ട്, എനിക്ക് തോന്നും. എൻ്റെ മുടിക്ക് ഒരു ഡ്രൈനെസ്, എൻ്റെ തലയ്ക്കും ഒരു ഡ്രൈനെസ് ഉണ്ടാക്കും ഉലുവ തന്നെ അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ. അപ്പൊ തൈര് ഇതിന്റെ കൂട്ടത്തിൽ വരുമ്പോഴത്തേക്കിനും അതിന് എല്ലാം ഒന്ന് ശരിയാവും. എൻ്റെ മുടിക്ക് ഭയങ്കരമായി ചേർന്ന് പോകുന്ന വേറൊരു കാര്യമാണ് ഈ തൈരെന്ന് പറയുന്നത്. മുടി ഭയങ്കര സോഫ്റ്റ് ആകും. എനിക്ക് തൈര് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്മൂത്ത് ആയിട്ട് ഈ ഫ്രിസ്നെസ് ഒക്കെ കുറഞ്ഞ് നല്ലൊരു ഇതിൽ വരും എനിക്ക് തൈര്. അപ്പം എനിക്ക് തൈരുള്ള ഹെയർ പാക്കുകൾ ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ ഒരു നീം കേർഡ് ഹെയർ പാക്ക് എനിക്ക് ഭയങ്കരമായിട്ടും എൻ്റെ മുടിയിൽ ഇങ്ങനെ യോജിച്ച് പോകുന്ന, എൻ്റെ മുടിയുടെ ഒരു മോയ്സ്ചർ കണ്ടന്റിനൊക്കെ പറ്റിയ ഒരു, എന്താ പറയുന്ന, ഒട്ടും ഫ്രിസ്നെസ് ഇല്ലാതെ നല്ല രീതിയിൽ എനിക്കൊരു ഇത് തന്ന ഒരു ഹെയർ പാക്ക് ആയിരുന്നു ആ നീം കേർഡിന്റെ, ആര്യവേപ്പിലയുടെയും കേർഡിന്റെയും ഉലുവാപ്പൊടിയുടെ ഒരു ഹെയർ പാക്ക്. അത് ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ള ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ അതിനകത്തും പറയുന്നുണ്ട്, ആര്യവേപ്പിലയൊക്കെ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർ ഒന്ന് കുറച്ച് ഉപയോഗിച്ച് അത് കൂട്ടിക്കൊണ്ട് വരാറുള്ളൂ. ചാടിക്കേറി കുറെ അങ്ങ് ഉപയോഗിക്കില്ല. അപ്പം പിന്നെ നമ്മുടെ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് കരിഞ്ജീരകമാണ്. അപ്പോൾ
കരിഞ്ജീരകം എന്ന് പറയുന്നത് മുടി ഭയങ്കര സ്ട്രെങ്ത് ആക്കാനും പിന്നെ എന്താ പറയുക നല്ലപോലെ മുടി ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും പിന്നെ ഈ ഇൻഫ്ലമേഷൻസ് കാരണം ചെറിയ ചെറിയ ഇങ്ങനത്തെ കുരുക്കളൊക്കെ തലയിലുണ്ടാകത്തില്ല അതൊക്കെ മാറ്റാനും ഒക്കെ ഭയങ്കര നല്ലൊരു കാര്യമാണ് ഈ കരിഞ്ജീരകം. പിന്നെന്താ സ്കാൽപ്പ് ഹെൽത്തിനും ഒക്കെ ഭയങ്കര ഒരു നല്ല കാര്യമാണ്. ഈ കരിഞ്ജീരകവും ഉലുവയും ഉപയോഗിച്ച് വേറൊരു ഹെയർ പാക്ക് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. അതും നല്ലതാണ്. അതും ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ ഭയങ്കര നല്ലൊരു ഹെയർ പാക്കാണ്. അപ്പം പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് തൈരാണ്. തൈര് ഞാൻ മിക്കവാറും എൻ്റെ ഇപ്പോഴത്തെ എല്ലാ ഹെയർ പാക്കിലും ഞാൻ തൈര് ഉൾപ്പെടുത്തുന്നുണ്ട്. കാരണം എനിക്ക് തൈര് എൻ്റെ മുടിയുടെ ആ ഒരു എന്താ പറയുന്നത് എൻ്റെ മുടി ഭയങ്കര സോഫ്റ്റ് ആക്കും തൈര് എന്ന് പറയുന്ന സംഭവം. തൈര് യൂസ് ചെയ്യുന്നത് എൻ്റെ അത് ചിലപ്പം വേറൊരാൾക്ക് അത് പറ്റണമെന്നില്ല, ടെസ്റ്റ് ചെയ്ത് നോക്കുക. തൈര് ഭയങ്കരമായി ഒരു ഇതുണ്ടാക്കും, നല്ല സോഫ്റ്റ് ആക്കും, ഫ്രിസ്നെസ് ഭയങ്കരമായിട്ട് കുറയ്ക്കും. ചുമ്മാ തൈര് തന്നെ തൂത്താലും മതി, തന്നെ ചുമ്മാ തൈരെടുത്ത്. പക്ഷെ തണുത്ത തൈരായിരിക്കില്ല. ഈ കുറേ കാര്യങ്ങളുണ്ട്. ഈ നമ്മൾ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന വസ്തു ഒരിക്കലും ഡയറക്റ്റ് എടുത്ത് അതുപോലെ എടുത്ത് തലയിൽ തേക്കില്ല. അതിന് തണുപ്പ് മാറി ആ ഒരു റൂം ടെമ്പറേച്ചറിൽ വന്നതിന് ശേഷം മാത്രമേ തൈരൊക്കെ യൂസ് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പനി കിട്ടും. തൈര് തണുപ്പ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പനി വരും, നീർവീഴ്ച ഉണ്ടാകും, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകും. ഈ ഹെയർ പാക്ക് ഞാൻ എല്ലാ വീഡിയോയിലും ഈ ഹെയർ പാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഇത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഇതൊന്നും ഈ ഒരു ഹെയർ പാക്കുകൾ ഒരു 10 മിനിറ്റ് കൂടുതൽ തലയിൽ വെച്ചുകൊണ്ടിരിക്കല്. നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് കഴുകി കളയണം. അല്ലെങ്കിൽ ഈ തലനീരിറങ്ങി നിങ്ങൾക്ക് എന്തായാലും പനി, തലവേദന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. നീരിറക്കം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും. അപ്പം ഹെയർ പാക്ക് ഒന്നും അല്ലെങ്കിലും ഒത്തിരി നേരം ഒന്നും വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ പറഞ്ഞ ഇതിനകത്ത് ഞാൻ 2 കുഞ്ഞുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് അരച്ചാണ് എടുക്കുന്നത്. ഞാൻ അതിന്റെ വീഡിയോ കാണിക്കാം. അപ്പം ആ കുഞ്ഞുള്ളി നമുക്കറിയാവുന്ന ഹെയർ ഫോളിന് ഭയങ്കര നല്ലൊരു കാര്യമാണ് കുഞ്ഞുള്ളി. ഈ കുഞ്ഞുള്ളിക്കകത്തും ഈ കരിഞ്ജീരകത്തിനകത്തും ഒക്കെ ഈ ഒരു ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് ഇങ്ങനെയുള്ള സ്കാൽപ്പ് ഹെൽത്തിന് ഇത് ഭയങ്കര നല്ലതാണ്. ഈ കുഞ്ഞുള്ളിയും പിന്നെ ഈ കരിഞ്ജീരകവും ഒക്കെ സ്കാൽപ്പിന്റെ ഹെൽത്തിന് ഭയങ്കര നല്ലതാണ്. പിന്നെ കേടിന്റെ കാര്യം പറയുകയാണെങ്കിൽ കേട് എന്ന് പറയുന്നത് ഡാൻഡ്രഫിന് കുറേ പ്രയോജനം ചെയ്യുന്ന കാര്യമാണ്. ഒരു ആന്റി ഡാൻഡ്രഫ് സംഭവമാണ് ഈ കേടിനകത്ത്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. കേടിനകത്ത് നാരങ്ങാനീര് ഒഴിച്ച് തേക്കുന്നത്. നാരങ്ങാനീര് തേച്ചാൽ സൈഡ് എഫക്ട്സ് ഇല്ലാത്തവർക്ക് ഭയങ്കര നല്ലൊരു കാര്യമാണ് ഈ കേടിനകത്ത് നാരങ്ങാനീര് തേച്ച് തലയിൽ തേക്കുക എന്നുള്ളത്. കാരണം അത് ഡാൻഡ്രഫിന് ഭയങ്കര നല്ലത്, പെട്ടെന്ന് അത് ക്ലീൻ ആവും എന്നാണ് പറയുന്നത്. ഞാൻ ഒരു തവണ തേച്ചിട്ടുണ്ട്. എനിക്ക് സ്കാൽപ്പൊക്കെ നല്ല ക്ലീൻ ആയി അത് തേച്ച്. ഈ കേടിനകത്ത് നാരങ്ങാനീര് ഒഴിച്ച് തലയിൽ തേച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര ക്ലീൻ ആയി. പക്ഷെ എനിക്ക് മുടി കണ്ടമാനം പൊഴിയുന്നു. ആ ഒരു നാരങ്ങാനീരിന്റെ ആ ഒരു ഇതെനിക്ക് പറ്റത്തില്ല. പിന്നെ അത് ഞാൻ ആദ്യം എനിക്കത് മനസ്സിലായില്ല. പിന്നെ ഞാൻ പല ഹെയർ പാക്കുകളിൽ ഈ നാരങ്ങാനീര് ചേർക്കുമ്പോഴാണ് എനിക്ക് ഈ മുടി പൊഴിയുന്നത്, മുടി കണ്ടമാനം ഈ പൊഴിയുന്ന ഒരു ഫീൽ എനിക്ക് തോന്നി. നമ്മൾ കുളിച്ചിട്ടൊക്കെ ഇറങ്ങി കഴിയുമ്പോഴത്തേനും തലമുടി കോതുമ്പം സാധാരണ മുടി പൊഴിയുന്നതിലും കുറെ കൂടുതൽ മുടി പൊഴിയുന്ന പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനതങ്ങ് നിർത്തി. ഞാൻ ആ നാരങ്ങാനീര് എൻ്റെ തലയിൽ ഉപയോഗിക്കുന്നത് അങ്ങ് നിർത്തി. അങ്ങനെ കുറെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ കുറെ എന്താ പറയുന്നത് ഈ നമുക്കിതൊക്കെ പറ്റുമോ ഇല്ലയോ എന്ന്. ഞാൻ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യുന്നോണ്ടാണ് എനിക്ക് ഏത് പറ്റും ഏത് പറ്റില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. ഞാൻ ഈ നാച്ചുറൽ ആയിട്ടുള്ള സകല കാര്യങ്ങളും ഞാൻ എൻ്റെ മുടി പരീക്ഷിച്ച് നോക്കും. ഒരു തവണയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, 1-2 തവണ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ ഏത് പറ്റും പറ്റില്ല എന്നുള്ളത്. എൻ്റെ മുടി മാത്രമേ ഞാൻ ഇതൊക്കെ പരീക്ഷിക്കാറില്ല. എൻ്റെ മുഖത്ത് ഞാൻ ഒരു സംഗതിയും പരീക്ഷിക്കാറില്ല. കാരണം എൻ്റെ മുഖം ഭയങ്കര സെൻസിറ്റീവാണ്. ഒരു നാച്ചുറൽ കുറച്ച് 1-2 ഐറ്റംസ് മാത്രമുണ്ട് എൻ്റെ മുഖത്ത്. എൻ്റെ മുഖത്ത് കുരുക്കളൊന്നും വരാതെ അതിനൊരു സൈഡ് എഫക്ട്സ് ഒന്നും വരാത്ത 1-2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാത്തിനും എനിക്കിട്ട് പണി കിട്ടും. അതുകൊണ്ട് ഞാൻ മുഖത്തൊന്നുമില്ല. മുടി പക്ഷെ പണ്ട് മുതലേ ഞാൻ മുടിയിൽ നാച്ചുറൽ ആയിട്ടുള്ളത്, ബാക്കി ഇതുവരെ ഞാൻ മറ്റേ കെമിക്കൽ ട്രീറ്റ്മെന്റുകളോ അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോയൊരു സംഭവം മുടിയിൽ ചെയ്യാന്നുള്ള കാര്യം ഞാൻ ചെയ്തിട്ടില്ല. അതെനിക്ക് പേടിയാണ്. എൻ്റെ തല കൊണ്ടുവന്ന് എനിക്ക് മുടി വെട്ടാൻ പോവെന്നല്ല ഉള്ളതല്ലാതെ ഒരു സ്പാ പോലും ഞാൻ
ചെയ്തിട്ടില്ല എന്നുള്ള നേരെ ഒരു പ്രാവശ്യം എങ്ങാണ്ട് കല്യാണത്തിന് മുമ്പ് എങ്ങാണ്ട് ഒരു തവണ കല്യാണത്തോടനുബന്ധിച്ച് ഒരു സ്പാ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ അത് ഒരു തവണ അത് എനിക്ക് ആ ഒരു ബ്യൂട്ടി പാർലറിൽ പോയി മുടി സംരക്ഷണ ഹെയർ കെയർ എൻ്റെ ഒരു ഇതിൽ പെടുന്ന കാര്യമല്ല. ഞാൻ സ്വന്തമായിട്ട് കുറേ കാര്യങ്ങൾ പരീക്ഷിക്കും. അതല്ലാതെ ഉള്ള ഒരു സംഭവം ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ. പിന്നെ ഈ ഹെയർ കെയർ, ഹെയർ കളർ, പിന്നെ ഹെയർ ട്രീറ്റ്മെന്റുകൾ, അങ്ങനെയുള്ള സംഭവമൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഇതുവരെ എനിക്കെന്തോ അങ്ങനെ ചെയ്യാനും എനിക്ക് തോന്നിയിട്ടില്ല. ഹെയർ കളർ ചെയ്യണമെന്നോ അല്ലെങ്കിൽ മുടി സ്മൂത്തൻ ചെയ്യണം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. ഇനി തോന്നുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള പരീക്ഷണങ്ങളൊന്നും ഞാൻ എൻ്റെ മുടിയിൽ നടത്താറില്ല. പുറത്തു പോയി വേറൊരാളുടെ കൈ കൊണ്ട് കൊടുത്തുള്ള പരീക്ഷണങ്ങൾ. മുടി വെട്ടുന്നത് തന്നെ, എനിക്ക് മുടി വെട്ടാൻ പോകുന്നതും ബ്യൂട്ടി പാർലറിൽ പോകുന്നത് എനിക്കൊരു ഇത്. കാരണം നമ്മൾ പറയുന്ന രീതി വെട്ടത്തില്ല, അവർക്ക് തോന്നുന്ന രീതിയിൽ എപ്പോഴും എനിക്ക് വെട്ടി തന്നിട്ടുള്ളൂ. അവർക്കൊരു ഇതുണ്ട്. അല്ലാതെ ഞാൻ വിചാരിക്കുന്ന രീതിയിൽ ഇതുവരെ എൻ്റെ മുടി അവർ വെട്ടി തന്നിട്ടില്ല. അതുകൊണ്ട് അതും ഇപ്പം ഞാൻ കുറച്ചു. ഇപ്പം ഞാൻ ഈ അറ്റം വെട്ടുക മാത്രമുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ ചെയ്യുന്ന പരിപാടികളാണ്. അപ്പോൾ ഇന്ന് ഇച്ചിരി ലെങ്ത് കൂടിപ്പോയി, സാരമില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു ഹെയർ പാക്കിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞു തന്നത്. പക്ഷെ ഇന്നിപ്പോൾ സംസാരിച്ച് ഇങ്ങനെ വന്നപ്പം കുറച്ചങ്ങ് ഓവറായിപ്പോയി, അങ്ങ് ഇതായിപ്പോയി. എന്താ പറയുക. അപ്പം നമുക്ക് ഈ ഹെയർ പാക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന സെയിം കാര്യമാണ്. ഈ ഹെയർ പാക്ക് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നല്ലപോലെ തലയിൽ എണ്ണ തേക്കും. അതിപ്പോൾ ഏത് ഹെയർ പാക്ക് ആണെങ്കിലും നല്ലപോലെ തലയിൽ എണ്ണ തേക്കുക. അല്ലെങ്കിൽ ഈ പാക്കിനകത്ത് എണ്ണ ഒഴിക്കുക. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യുക. ഞാനാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് എണ്ണ തേക്കും. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു ഉലുവ എനിക്ക് കുറച്ച് ഡ്രൈനെസ് ഉണ്ടാകുന്നതുകൊണ്ട് നല്ല പോലെ എണ്ണ തേക്കും. അപ്പം ഞാൻ ഇനിയും എണ്ണയൊക്കെ തേച്ചിട്ട് ഹെയർ പാക്ക് ഒക്കെ ഉണ്ടാക്കി എണ്ണയൊക്കെ തേച്ചിട്ട് വരാം. ഹെയർ പാക്ക് ഇടുന്നതിന് തലേദിവസം രാത്രി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒരു 2 ടീസ്പൂൺ ഉലുവ എടുക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ കരിഞ്ജീരകവും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് കഞ്ഞിവെള്ളത്തിലാണ് നമ്മളിത് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അപ്പം കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് ഇത് നമുക്ക് കുതിർക്കാൻ വയ്ക്കാം. ഇത് ആ ദിവസത്തെ കഞ്ഞിവെള്ളമാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഈ കഞ്ഞിവെള്ളത്തിൽ ഇത് കുതിർന്ന് പോയിക്കോളും. നിങ്ങൾക്ക് കുറച്ചുകൂടെ വെള്ളം കൂട്ടിയുള്ള ഹെയർ പാക്കാണ് വേണ്ടതെങ്കിൽ നല്ലപോലെ കഞ്ഞിവെള്ളം ഒഴിച്ച് അതിലങ്ങ് കുതിർക്കുക. ഇനി നമുക്കിത് പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും ഇതിങ്ങനെ ഇരിക്കും. ഇത് നല്ലപോലെ കുതിർന്ന് ഇരിക്കും. അപ്പം അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 2-3 കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കുക. 2-3 കുഞ്ഞുള്ളി ഞാനൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് നല്ലപോലെ അരയാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് തൈര് ഒഴിച്ച് നന്നായിട്ട് നല്ല പേസ്റ്റ്, നല്ല മഷി പോലെ അരച്ചെടുക്കണം. ഒട്ടും തരിയില്ലാതെ അരച്ചെടുക്കണം. ഇങ്ങനെ ഒരു കുഴമ്പ് പരുവത്തിൽ തൊട്ട് കഴിഞ്ഞ് ഇങ്ങനെ വെണ്ണ പോലെ ഇരിക്കണം. ആ ഒരു രീതിയിൽ തൈരൊഴിച്ച് ഇത് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കുക. ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വെള്ളത്തിലാണ് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കുറച്ചുകൂടെ നല്ല വൃത്തിയായിട്ട് കഞ്ഞിവെള്ളം മിക്സ് ചെയ്ത് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വെള്ളത്തിലുള്ള ഒരു ഹെയർ പാക്കായിട്ടിരിക്കും. ഇതിപ്പം ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് തല തേക്കുന്നത്. അപ്പം ഞാൻ തലയിലൊക്കെ നല്ലപോലെ എണ്ണ തേച്ചിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് തലയിലും തലയോട്ടിയിലും തലമുടിയിലും ഒക്കെ എണ്ണ തേച്ചിട്ട് ഇതിങ്ങനെ വകന്ന് സാധാരണ ഹെയർ പാക്ക് ഇടുന്ന പോലെ അങ്ങ് തേച്ച് കൊടുക്കുക. ഞാനിത് മുടിയിലും തേക്കുന്നുണ്ട്. എന്നാലും കൂടുതലും നമ്മളിത് തലയോട്ടിയിലാണ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കേണ്ടത്. കാരണം ഇതൊരു ഹെയർ പാക്കല്ല, ഹെയർ ഗ്രോത്തിനും സ്കാൽപ്പ് ഹെൽത്തിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഹെയർ പാക്കാണ്. അപ്പോൾ നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് ഇത് കഴുകിക്കളയാം. അപ്പോൾ ഞാൻ തലയൊക്കെ കഴുകി എല്ലാം വന്നു. അപ്പം ഞാൻ ഈ ഹെയർ പാക്ക് ചെയ്തപ്പം ഞാൻ നേരത്തെ ഉള്ള ഹെയർ പാക്കുകൾ ചെയ്ത പോലെ ഒന്നും അരിച്ചൊന്നും എടുത്തില്ല. കാരണം അത് നല്ല വെണ്ണ പോലെ അരഞ്ഞപ്പോഴത്തേക്കിനും അത് എനിക്ക് അങ്ങനെ ചെയ്യുന്നത് നല്ലതെന്ന് തോന്നി. ഇനിയിപ്പോൾ നിങ്ങൾക്കത് ഇങ്ങനെ അരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കഞ്ഞിവെള്ളം നല്ലപോലെ കൂട്ടി. ഇതിപ്പോൾ ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുള്ളൂ, അതിനകത്താണ് ഇത് ഞാൻ കുതിർത്ത് എടുത്തത്. അല്ലെങ്കിൽ നല്ലപോലെ കഞ്ഞിവെള്ളം എടുക്കുക, എന്നിട്ട് ഇത് കുതിർത്തിട്ട് ആ വെള്ളത്തിൽ അരച്ച് തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് അരിച്ച് വെള്ളം പോലെ ലൂസാക്കി എടുത്തിട്ട് തലയിൽ തേച്ച് കഴിഞ്ഞാൽ
ഒട്ടും തരി നിൽക്കത്തില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് നല്ലതായിട്ട് അരഞ്ഞു, ഒട്ടും തരിയില്ലാത്ത രീതിയിൽ ഇങ്ങനെ അരഞ്ഞു വന്നായിരുന്നു. അപ്പം എനിക്ക് അത് തരി ഇങ്ങനെ തലമുടിയിലൊന്നും പറ്റി പിടിച്ചിരിക്കത്തില്ല എന്ന് എനിക്ക് തോന്നി. അപ്പം ഞാനത് കുളിച്ച് തലയെല്ലാം തേച്ച് ആദ്യം അത് തന്നെ നന്നായിട്ട് തലമുടിയുടെ ഇടയൊക്കെ ഇളക്കി നന്നായിട്ട് തലമുടിയിലും ഒക്കെ തലമുടി നമ്മൾ ഓൾറെഡി തേക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് അത് തന്നെ തേച്ചൊന്ന് കഴുകി കളയണം. നല്ലതായിട്ട് വെള്ളത്തിൽ കഴുകി കളഞ്ഞിട്ട് അടുത്ത ട്രിപ്പ് ഒരു മൈൽഡ് ഷാമ്പു, രണ്ടാമത്തെ പ്രാവശ്യം ഒരു മൈൽഡ് ഷാമ്പു എടുത്ത് അതും കൂടെ തേച്ച് ഒന്ന് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ക്ലീനായിട്ട് തലേന്ന് ഇത് മാറിപ്പോവും. പിന്നെ അവിടെ ഇവിടെയൊക്കെ കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ചിലപ്പം ചെറുതായിട്ട് ഇങ്ങനെ തരികൾ പറ്റി പിടിച്ചിരിക്കുന്നു. ഉണങ്ങി കഴിയുമ്പോഴത്തേന് നല്ല പകലകലമുള്ള ഇതുപോലൊരു ചീപ്പ് വെച്ച് അങ്ങ് ചീകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ടിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ഇത് ഹെയർ ഗ്രോത്തിന് ഈ പറഞ്ഞ പോലെ ഹെയർ നീളം വയ്ക്കാനും സ്കാൽപ്പ് ഹെൽത്തിനും ഒക്കെ പറ്റിയ ഒരു ഷാമ്പു ആണ്. പിന്നെ ഈ പറഞ്ഞാൽ ഏത് ഹെയർ പാക്ക് ഇട്ടാലും നമ്മൾ വൃത്തിയായിട്ട് കഴുകി കളയണം. കഴുകി കളഞ്ഞാൽ മാത്രമേ അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. അത് വീണ്ടും അല്ലെങ്കിൽ വൃത്തിയായിട്ട് കഴുകി കളഞ്ഞില്ലെങ്കിൽ അത് വീണ്ടും ഒരു ഡാൻഡ്രഫിന് കാരണമാകും. അതാണ് മെയിനായിട്ടും നമ്മൾ ആൻറ്റി ഡാൻഡ്രഫ് സൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് തേക്കുന്നത് തലയോട്ടേന്നും ഈ ചെവിയുടെ പുറയിൽ ഈ ഭാഗത്തൊക്കെ നല്ലപോലെ വൃത്തിയായിട്ട് കഴിയില്ലെങ്കിൽ അത് പറ്റി പിടിച്ചിരിക്കും. ഇത് പിന്നെ ഈ ഭാഗങ്ങളിൽ അവിടെ നിന്നൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി കളഞ്ഞില്ലെങ്കിൽ അത് വീണ്ടും അത് ഒരു ഡാൻഡ്രഫിലേക്ക് അത് വരത്തുള്ളൂ. അപ്പം ഏത് ഹെയർ പാക്ക് ഇട്ടാലും നല്ലതായിട്ട് കഴുകി കളയുക. പിന്നെന്താണ്, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു പാക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.